നോക്കൂ, ജന്തർ മന്ദിറിൽ CJP നടത്തുന്ന പ്രതിഷേധം രാജ്യശ്രദ്ധ ആകർഷിക്കുമ്പോൾ അത്രത്തോളം ശ്രദ്ധ നേടാത്ത പല പ്രതിഷേധങ്ങൾ, ചില സമരങ്ങൾ കൂടി രാജ്യത്തിന്റെ വിവിധ കോണുകളിലായി നടക്കുന്നുണ്ട്. തങ്ങളുടെ കൃഷിഭൂമി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടും 4000-ലധികം മരങ്ങൾ ഒറ്റയടിക്ക് വെട്ടിമാറ്റുന്നതിനെതിരെയുമൊക്കെ ആദിവാസികളും കർഷകരുമൊക്കെയാണ് സമരമുഖത്ത്. ദിവസങ്ങളായി തുടരുന്ന പ്രതിഷേധങ്ങൾ ഏതൊക്കെയാണ് എന്നതുകൂടി നമുക്കൊന്ന് നോക്കാം. മധ്യപ്രദേശിൽ കെൻ ബേത്വ നദീബന്ധന പദ്ധതിക്കെതിരായ സമരമാണ് അതിലൊന്ന്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ നദീബന്ധന പദ്ധതിക്കെതിരെ ആദിവാസികളും പദ്ധതി ബാധിത പ്രദേശത്തെ കുടുംബങ്ങളുമാണ് പ്രതിഷേധിക്കുന്നത്. ജന്തർ മന്ദറിലെ പ്രതിഷേധ സ്ഥലത്തു നിന്ന് സോനം വാങ്ചുക്കിനെ ബലമായി ഒഴിപ്പിച്ച് 24 മണിക്കൂറിനുള്ളിൽ മധ്യപ്രദേശ് സർക്കാരും കെൻ ബേത്വ നദീബന്ധന പദ്ധതിക്കെതിരായ സമരക്കാരെ രാത്രിയുടെ മറവിൽ ഒഴിപ്പിച്ചു. 14 ദിവസമായി നിരാഹാരം നടത്തുകയായിരുന്ന ജയ് കിസാൻ സംഘടനാ സ്ഥാപകൻ അമിത് ഭട്നാഗറിനെയും മറ്റ് സമര നേതാക്കളെയും അറസ്റ്റ് ചെയ്തു. പ്രതിഷേധക്കാരെയും ഒഴിപ്പിച്ചു. ഇതോടെ ചുഹ്ലാബന്ദി അഥവാ അടുക്കള അടച്ചിടൽ എന്ന പുതിയ സമരരീതിയിലേക്ക് മാറി പ്രതിഷേധം. നിരാഹാര സമരവും മറ്റു പ്രതിഷേധങ്ങളും തുടരുകയാണ്. ഉത്തരാഖണ്ഡിൽ മരങ്ങൾ വെട്ടിമാറ്റുന്നതിനെതിരെ നടക്കുന്ന പ്രതിഷേധവും ഇപ്പോഴും തുടരുകയാണ്. ഡെറാഡൂൺ ഋഷികേശ് റോഡ് വീതി കൂട്ടൽ പദ്ധതിക്കായി 4369 മരങ്ങൾ വെട്ടിമാറ്റാനുള്ള തീരുമാനത്തിനെതിരെയാണ് നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും പ്രതിഷേധിക്കുന്നത്. സമരം ശക്തമായതോടെ മരം വെട്ടൽ താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് AI ഹൈപ്പർ സ്കെയിൽ ഡേറ്റാ സെന്റർ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം. ഗുജറാത്തിൽ വൈദ്യുതി ട്രാൻസ്മിഷൻ ലൈനുകൾ, ടവറുകൾ, മറ്റടിസ്ഥാന സൌകര്യ പദ്ധതികൾ എന്നിവയ്ക്കായി കൃഷിഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ ജൂൺ 9 ആരംഭിച്ച പ്രതിഷേധവും അവസാനിച്ചിട്ടില്ല. മോർബി, സൂറത്ത് ഉൾപ്പെടെ വിവിധ ജില്ലകളിലാണ് കർഷകരുടെ ശക്തമായ പ്രതിഷേധം. ജൂൺ മാസത്തിൽ മണിപ്പൂരിലെ ക്യാങ്പോക്പി ജില്ലയിൽ 6 നാഗ സിവിലിയന്മാർ കൊല്ലപ്പെട്ടതിൽ നീതി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധവും വിവിധ നാഗ സംഘടനകൾ തുടരുകയാണ്. കുറ്റക്കാരെ പിടികൂടണമെന്നും നീതിപൂർവമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.